ഇപ്പോൾ എക്സൈസ് മന്ത്രി എം.ബി. രാജേഷ് മാധ്യമങ്ങളെ കാണുന്നു. അതിലേക്ക് ഗൗരവമായി കാണുന്നു എന്ന് പറഞ്ഞാൽ തുടർ നടപടി സ്വീകരിക്കാൻ സർക്കാരിന് വിട്ടു നൽകുക. അങ്ങനെ രാജി ആവശ്യപ്പെട്ടിട്ടുണ്ട് പ്രതിപക്ഷ. അത് ആവശ്യപ്പെട്ടിട്ടില്ലേ എന്ന് വിചാരിച്ചിരിക്കുന്നു. ഞാൻ ഇപ്പോഴും അറിഞ്ഞത്. ഞാൻ ഇതുവരെ ഇവരെന്തുകൊണ്ടാണ് അത് ആവശ്യപ്പെടാത്തതെന്ന് ആലോചിച്ചിരിക്കുന്നു. ബാക്കി പ്രതിപക്ഷം നിയമസഭ തുടങ്ങാൻ പോവാണല്ലോ, അവിടെ വെച്ച് കാണാം. കഴിഞ്ഞ UDF സർക്കാരിൻ്റെ സർക്കാരല്ല ഈ സർക്കാർ, അതുകൂടി മനസ്സിലാക്കണം. കഴിഞ്ഞ UDF സർക്കാർ ചെയ്തു കൊടുത്ത ആനുകൂല്യങ്ങളും ഇളവുകളും അല്ല കൊടുത്തത്. കഴിഞ്ഞ ഈ ഗവൺമെൻറ്റാണ് കഴിഞ്ഞ മദ്യനയത്തിൽ 5 ലക്ഷം രൂപ ഈ ബാർ ലൈസൻസ് ഫീസ് ഒറ്റയടിക്ക് വർദ്ധിപ്പിച്ചത്. കേരളത്തിൽ ഇതിനു മുമ്പ് ഒരിക്കലും വർദ്ധിപ്പിച്ചിട്ടില്ല. അങ്ങനെ 5 ലക്ഷമാണ് ഒറ്റയടിക്ക് വർദ്ധിപ്പിച്ചത്. ഫൈന് UDF സർക്കാരിൻ്റെ കാലത്തുണ്ടായിരുന്നോ? അല്ല, കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ. ഫൈനുണ്ടായിരുന്നു. ബാർ ഉടമകളുടെ ക്രമക്കേടുകൾക്ക് ഫൈൻ ആദ്യം ഏർപ്പെടുത്തിയത് 1-ാം പിണറായി സർക്കാരാണ്. 2-ാം പിണറായി സർക്കാരാണ് ഗണ്യമായിട്ടത് വർദ്ധിപ്പിച്ചത്. അപ്പോൾ കർശന നടപടിയാണ്. കഴിഞ്ഞ 6 മാസം കൊണ്ട് 52 ബാറുകൾക്കെതിരായിട്ട് കേസെടുത്തിട്ടുണ്ട്. 30 എണ്ണത്തിൻ്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരം നടപടികളൊക്കെ സ്വീകരിക്കുന്നതിൽ കുറച്ച് അസ്വസ്ഥതയുള്ളവരുണ്ടാവും. ഇനിയിപ്പോൾ ഈ ശബ്ദരേഖ പുറത്തുവിട്ടയാളുടെ ബാറിലും പരിശോധന നടന്നിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. കർശന നടപടികളാണ് സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ അസ്വസ്ഥതയും ചിലപ്പോൾ ഇതിൽ കാണാം. ബാക്കി നമുക്ക് നോക്കാം. ഏതളവിനാണ് 5 ലക്ഷം ലൈസൻസ് ഫീസ് കൂട്ടിയതാണ് ഇളവ്? അല്ല, അങ്ങനെ സർക്കാർ തീരുമാനിച്ചിട്ടില്ലല്ലോ. അതാ പറഞ്ഞത്. നിങ്ങളെ വിശ്വസിച്ചാണ് ചിലർ പണപ്പിരിവിന് ഇറങ്ങി പുറപ്പെടുന്നത് വേണം മനസ്സിലാക്കാൻ. വാർത്തകളെ വിശ്വസിച്ച്, നിങ്ങളെന്ന് പറഞ്ഞാൽ മാധ്യമങ്ങളിൽ ഈ വാർത്ത കഴിഞ്ഞ 1 മാസമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ വാർത്തകളെ വിശ്വസിച്ചാണ് ഇറങ്ങി പുറപ്പെടുന്നത് എങ്കിൽ കർശനമായ നടപടി അക്കാര്യത്തിലെടുക്കും. സർക്കാർ ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. ഒരു ചർച്ചയും ബാർ ഉടമകളായും എന്നല്ല, എക്സൈസ് പോളിസിയുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയും സർക്കാർ ഇതുവരെ നടത്തിയിട്ടേയില്ല. അത് നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാം എന്തിൻ്റെ ഭാഗം. ഇന്നിപ്പോൾ ഞാൻ വാർത്ത കണ്ടു, ശബ്ദരേഖ കേട്ടു, ഇത്രയും കാര്യങ്ങളെ നമ്മുടെ മുമ്പിലുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്. കർശന നടപടി സർക്കാർ സ്വീകരിക്കുന്നതിൽ അസ്വസ്ഥത കാണും ചിലർക്കൊക്കെ. ശരി.